വചനസാരം വചനസാരം. ഈശോമിശിഹായ്ക്ക് വചനസാരത്തിന്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം. 2024 ജൂലൈ 23 ചൊവ്വാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 46 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നു പറയുന്നു, ഈശോയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അവിടത്തെ കാണാനായി കാത്തു നിൽക്കുന്നുവെന്ന്. ഈശോ പറയുന്നു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളുമെന്ന്. ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയും അവകാശവും നൽകിക്കൊണ്ട് ആദിമാതാപിതാക്കന്മാരെ ഏദൻ തോട്ടത്തിൽ താമസിപ്പിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം സൃഷ്ടിച്ചവനാണെങ്കിലും ദൈവം ഉരുവാക്കിയവരാണെങ്കിലും അവർക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള ആ സ്വാതന്ത്ര്യം നൽകുന്ന ദൈവത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. ആ ഒരു വലിയ തിരിച്ചറിവ് തന്നെയാണ് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തില് ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? എന്നിട്ട് പറയുകയാണ്, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണോ അവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളുമെന്ന്. എങ്ങനെയാണ് സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നത്? 2 വഴികളിലൂടെയാണ് നമ്മൾ ഈശോയുടെ സഹോദരങ്ങളും ഈശോയുടെ മാതാപിതാക്കളും ഈശോയുടെ ബന്ധുക്കളുമായി തീരുന്നത്. അത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നത് വഴിയാണ്. 2 രീതിയിലാണ് നമുക്ക് ഹിതം നിറവേറ്റാൻ കഴിയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, നിരന്തരമായിട്ട് എന്താണ് എന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എന്ന് അറിയുന്നതിന് വേണ്ടി നിരന്തരമായിട്ട് ഈശോയായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അത് പ്രാർത്ഥനയിലൂടെയാണ്. അതാണ് ഒന്നാമത്തെ വഴി, എപ്പോഴും ദൈവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. 2ാമത്തെ വഴി, ഈ ബന്ധപ്പെടലിലൂടെ ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വഴികൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക, പ്രാർത്ഥന പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. ഈ 2 കാര്യങ്ങളിലൂടെയാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ മാറുന്നത്, ദൈവത്തിൻ്റെ ഹിതം നമ്മൾ നിറവേറ്റുന്നത് എന്ന്. ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങയുടെ കൃപയാൽ എന്താണ് നിന്റെ ഹിതമെന്നറിയാനുള്ള ക്ഷമയും ഉത്സാഹവും പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കാനുള്ള കൃപയും തരയണമേ. അതുപോലെ തന്നെ നീ എന്നോട് എന്ത് വെളിപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തുന്നതനുസരിച്ച് എൻ്റെ ജീവിതം ക്രമപ്പെടുത്താനുള്ള ശക്തിയും ചൈതന്യവും എനിക്ക് തരണമേ. ഈ 2 പ്രാർത്ഥനയും നമ്മളുടെ ഹൃദയത്തിൽ നിന്നുണ്ടായിരിക്കട്ടെ. അതുവഴി സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ഈശോയുടെ സഹോദരങ്ങളും മാതാവും പിതാവുമായി തീരുവാനുള്ള അനുഗ്രഹം നമുക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.